أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وللذين كفروا بربهم عذاب جهنم سورة الملك تبارك إلى ആറാമത്തെ ആയത്തിൻ്റെ ആരംഭം. തങ്ങളുടെ റബ്ബിനെ അവിശ്വസിച്ചവർക്കുള്ളതാകുന്നു ജഹന്നമിൻ്റെ ശിക്ഷ. വലില്ലദീന കഫറൂ അവിശ്വസിച്ചവർക്കുള്ളതാകുന്നു ബിറബ്ബിഹിം തങ്ങളെ സൃഷ്ടിച്ച, പരിപാലിച്ച, നിയന്ത്രിച്ച, എല്ലാം നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിനെ അവിശ്വസിച്ചവർക്കുള്ളതാകുന്നു നരകത്തിൻ്റെ ജഹന്നമിൻ്റെ ശിക്ഷ. വബിഅ്സൽ മസീർ ചെന്നു ചേരുന്ന ആ സങ്കേതം, നരകാഗ്നി, ആ നരകം എത്ര ചീത്തയാണ്, എത്ര മോശമാണ്. അല്ലാഹു അതിൻ്റെ ശിക്ഷ എത്ര നീചകരമാണ്. വബിഅ്സൽ മസീർ എത്ര ചീത്ത സങ്കേതമാണ് എന്നാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖാ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ അവരതിൽ എറിയപ്പെട്ട് കഴിഞ്ഞാൽ, അവരതിൽ ഇട്ട് കഴിഞ്ഞാൽ, ആ അവിശ്വാസികൾ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആ അവിശ്വാസികളെ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ നരകത്തിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞാൽ, ഇട്ട് കഴിഞ്ഞാൽ, സമിഉ ലഹാ ശഹീഖാ വലിയ ഒരു അലർച്ച, അവിടെ അതിൻ്റെ ഗർജനം, അതിൻ്റെ ഓലി, അതിൻ്റെ ആ നീചമായ ആ വലിയ ആ ശിക്ഷയിലേക്കുള്ള അവരുടെ ആ ശബ്ദം, നരകത്തിൻ്റെ ശബ്ദം കേൾക്കും. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ ആ ഗർജനം അവർ കേൾക്കും. വഹിയ തഫൂർ അത് തിളച്ചു മറിയുകയും ആ നരകക്കാർക്ക് നേരെ അത് ഗർജിക്കുകയും ഓലിയിടുകയും ചെയ്യും. അതിൻ്റെ അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ ഫലമായി, അള്ളാഹുവിനെ അവിശ്വസിച്ചതിൻ്റെ ഫലമായി അവരോട് ആക്രോശിക്കും, ഗർജനമാണ്. നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന്, നരകത്തിൻ്റെ ഭയാനകതകളിൽ നിന്ന്, അവൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.